മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ്. 288 അംഗ മുനിസിപ്പൽ കൗൺസിലുകളിൽ 192 ഇടത്ത് സഖ്യത്തിന് മുൻതൂക്കമുണ്ട്. 107 തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി 48 ഇടത്ത് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കുമാണ് മുൻതൂക്കം. ബി ബാലഗോപാലിന്റെ ബാലവിവരങ്ങൾ പറയും. രതീഷ്, കഴിഞ്ഞ ദിവസം പൂർത്തിയായ മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ഇന്ന്. ആദ്യ ഫലസൂചനകൾ പ്രകാരം ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് വൻ മുന്നേറ്റമാണ് ഈ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 288 മുനിസിപ്പാലിറ്റികളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനം ലഭിക്കുന്ന ഫലസൂചനകൾ പ്രകാരം ഏതാണ്ട് 200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിനാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. 120ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. 48 അടുത്ത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയ്ക്ക് ലീഡ് കരസ്ഥമാക്കുവാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ NCP അജിത് പവാർ വിഭാഗത്തിനും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ലീഡ് കരസ്ഥമാക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സഖ്യത്തിന് നിലവിൽ 47 തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് ലീഡ് കരസ്ഥമാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മാത്രമാണ് മഹായുതി സഖ്യത്തിന് 288 കൗൺസിലുകളുണ്ട്. 192 ഇടത്താണ് ഇപ്പോൾ NDA സഖ്യം ലീഡ് ചെയ്യുന്നത്.